എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ഏതു കോണിലാണെങ്കിലും രക്ഷപ്പെടാൻ പോകുന്ന ഒരാഴ്ചക്കാലം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സാമ്പത്തികമായിട്ടും വിവാഹബന്ധത്തിലും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട്. ഇത് 100% ഉറപ്പിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കട്ടെ. നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത്. ഇവരെ കാത്തിരിക്കുന്നത് ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സ്നേഹ സഹകരണങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ മനംമാറ്റം മൂലം കുറച്ച് മനക്ലേശം ഉണ്ടായവർക്ക് ആ പ്രശ്നം സ്വമേധയാ പരിഹരിക്കാനായിട്ട് വരും ദിവസങ്ങളിൽ സാധിക്കും. സാങ്കേതിക കാരണങ്ങളാൽ വിദേശവാസത്തു നിന്നും നാട്ടിലേക്ക് തിരികെ വന്നവർക്ക് വീണ്ടും ഒരു തൊഴിൽ ഭാഗ്യം വിദേശത്ത് ലഭിക്കാനും തിരികെ പോകാനും ഒരു ഭാഗ്യം വരുന്നുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ അവസരം ഉണ്ടാകും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രതികൂലമായ ചുറ്റുപാടുകളും പ്രക്ഷുബ്ധമായ കുടുംബജീവിതവും പ്രയാസമുണ്ടാക്കാൻ സാധ്യതകൾ കാണുന്നു. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ മൂലം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗ പദവിക്കുള്ള നിയമ തടസ്സം മാറും. മറ്റുള്ളവരുടെ കടബാധ്യതകൾ തലയിലാകാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. നിയമയുദ്ധത്തിന് ധനസഹായം ലഭിക്കുകയും ചെയ്യും. പാർട്ട്ണർഷിപ്പിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കുവളമാല, പാർവതീദേവിക്ക് പട്ടുതാലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഉത്സാഹപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളോടും താല്പര്യം ശക്തമാകും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. നയപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടം ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്താൻ നല്ല സമയമാണ്. വ്യാപാര വ്യാവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്തും. പ്രണയ വിവാഹ യോഗമുണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കണം. സന്താന ഭാഗ്യം ഉണ്ടാകും. അന്യദേശത്തു നിന്നും ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമായേക്കാം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും.
വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി പ്രതീക്ഷിക്കാം. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കും. പൊതുരംഗത്ത് എതിർപ്പുകളെ മറികടക്കാൻ സാധിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിന് വാശി കൂടുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നു. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച്. പൈതൃക സ്വത്ത് ലഭിക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. പലരിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാവുന്നതാണ്. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത സ്ഥാനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടും. അപകടം ഉണ്ടാകാനുള്ള സാധ്യത ദൈവകൃപയാൽ മാറിപ്പോകും. പരദൂഷണം മൂലം അപകീർത്തിക്ക് സാധ്യതകൾ കാണുന്നു. ഉദരരോഗം, ദുർജന സംസർഗം എന്നിവ മനോവിഷമത്തിന് കാരണമാകും. അവിചാരിത കാരണങ്ങളാൽ മുടങ്ങിയ പ്രവൃത്തികളും സംരംഭങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവതാ ദർശനവും വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുന്ന ഒരു നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ മേൽക്കൈ നേടാൻ ഇവർക്ക് സാധിക്കും. നഷ്ടപ്പെട്ട ധനമോ സമ്പത്തോ കൈവശമാകും. തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരാൻ അവസരം വന്നു ചേരും. കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. ജാഗ്രത പാലിക്കുക. പുതിയ അറിവുകൾ നേടാനായി പരിശ്രമിക്കുക. പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ദാനധർമാദികൾ നിർവഹിക്കും. മാനസിക അസ്വസ്ഥതകൾക്കും ശാരീരികമായ ക്ഷതങ്ങൾക്കും സാധ്യത കാണുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണം. ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അമിത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പൗർണമി തോറും ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സന്തുഷ്ട വിവാഹ ജീവിതം ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. സാമൂഹിക മധ്യത്തിൽ അംഗീകാരം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ലഭിക്കും. പുതിയ പദ്ധതികൾക്ക് ഇറങ്ങിപ്പുറപ്പെടും. അത് വിജയിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. പുതിയ ബന്ധങ്ങളിലൂടെ ഗുണം ഉണ്ടാകും. സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും വസ്തുനിഷ്ഠമായി പഠിക്കാതെ പ്രതികരിക്കരുത്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ദൂരദേശത്ത് തൊഴിൽ മാറ്റത്തിന് സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക പ്രയാസം മാറിത്തുടങ്ങും. നീട്ടിവെച്ച കല്യാണ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകും. സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും. അനാവശ്യ കടബാധ്യതകൾ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. കർമ്മരംഗത്ത് ഉജ്ജ്വല നേട്ടം കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മം. സർക്കാർ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാനും സാധ്യതകൾ കൂടുതൽ. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് ഭസ്മാഭിഷേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങൾക്കൊത്ത് നടക്കും. കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യമായിരിക്കും. ദേശാന്തരവാസങ്ങളിലൂടെ നേട്ടം ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് യോഗം. സംസാരത്തിലും പ്രവൃത്തിയിലും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. സത്യാവസ്ഥ അന്വേഷിച്ച ശേഷം മാത്രം നിഗമനത്തിൽ എത്തണം. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹത്തിന് യോഗം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ചില പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വരും. കുടുംബക്കാരുടെ സഹകരണം ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇനി കാലതാമസം ഉണ്ടാകില്ല.
പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ കടുംപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.